രാജ്കോട്ടിൽ രാജാക്കന്മാരായി ഇന്ത്യൻ താരങ്ങൾ. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ റാങ്കിങ്ങിൽ കുതിച്ചു കയറിയിരിക്കുകയാണ് താരങ്ങളെല്ലാം. മൂന്നാം ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ 214 റൺസെടുത്ത പ്രകടനത്തോടെ യശസ്വി 14 സ്ഥാനങ്ങൾ ഉയർന്ന് തന്റെ ടെസ്റ്റ് കരിയറിലെ ഏറ്റവും മികച്ച 15ാം റാങ്കിലെത്തിയിരിക്കുകയാണ്. രാജ്കോട്ടിലെ ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ 12ാം സ്ഥാനത്തേക്ക് ഉയർന്നതും ശ്രദ്ധേയമാണ്. വിരാട് കോഹ്ലി ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ കളിച്ചില്ലെങ്കിലും പട്ടികയിൽ 7ാം സ്ഥാനത്തുള്ളത് കോഹ്ലിയാണ്. പട്ടികയിൽ ആദ്യ 10ലുള്ള ഏക ഇന്ത്യൻ ബാറ്ററും കോഹ്ലി തന്നെയാണ്. ബൗളർമാരിൽ ഒരിളക്കവും തട്ടാതെ ഇന്ത്യൻ സൂപ്പർ പേസർ ജസ്പ്രീത് ബുംറ 1ാം സ്ഥാനത്ത് തന്നെയുണ്ട്. ഇന്ത്യയുടെ തന്നെ സ്പിൻ ഇതിഹാസം രവിചന്ദ്രൻ അശ്വിൻ ദക്ഷിണാഫ്രിക്കയുടെ കാഗിസോ റബാഡയെ മറികടന്ന് രണ്ടാമതെത്തി. രാജ്കോട്ടിലെ രണ്ടാം ഇന്നിംഗ്സിലെ 5 വിക്കറ്റ് നേട്ടമടക്കം മത്സരത്തിൽ ആകെ 7 പേരെ പുറത്താക്കിയ ജഡേജ 3 സ്ഥാനങ്ങൾ ഉയർന്ന് 6ാമതെത്തിയതാണ് ടീം ഇന്ത്യക്ക് മറ്റൊരു പ്രധാന നേട്ടം. ബുംറയും അശ്വിനും ജഡേജയുമാണ് ആദ്യ 10ലുള്ള ഇന്ത്യൻ ബൗളർമാർ. രാജ്കോട്ടിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരത്തോടെ രവീന്ദ്ര ജഡേജ 1ാം സ്ഥാനത്ത് ലീഡ് വർദ്ധിപ്പിച്ചു. അശ്വിനാണ് രണ്ടാമത്. ബംഗ്ലാദേശിന്റെ ഷാക്കിബ് അൽ ഹസൻ 3ാമത് നിൽക്കുമ്പോൾ ഇന്ത്യയുടെ അക്സർ പട്ടേൽ 4ാം സ്ഥാനത്ത് എത്തിയതും നേട്ടമായി. ടെസ്റ്റ് റാങ്കിങ്ങിൽ ബാറ്റർമാരിൽ ന്യൂസിലൻഡിന്റെ കെയ്ൻ വില്യംസൺ 1ഉം ഓസ്ട്രേലിയയുടെ സ്റ്റീവ് സ്മിത്ത് 2ഉം സ്ഥാനത്ത് തുടരുകയാണ്. ന്യൂസിലൻഡ് ബാറ്റർ ഡാരിൽ മിച്ചൽ 3ഉം പാകിസ്ഥാൻ താരം ബാബർ അസം 4ഉം സ്ഥാനത്തെത്തി. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയുടേത് നാടകീയ വിജയമായിരുന്നു. താരങ്ങളെല്ലാം അവരുടെ മാക്സിമം പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിജയത്തിന് മാറ്റു കൂടുകയും ചെയ്തു.